പോലെ അല്ല സത്യം പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണ ഇവര് തിരിച്ച് നമ്മളെ ട്രീറ്റ് ചെയ്യണത് എന്നുള്ളൊരു കാര്യം. എനിക്ക് വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയാം, പുള്ളിക്കാരൻ്റെ കഴിഞ്ഞ ദിവസത്തെ ലൈവിലാണ് എൻ്റെ ലൈവ്, ഞാൻ ലൈവ് നടക്കുമ്പോൾ പുള്ളി എൻ്റെ ലൈവ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കുടുംബശ്രീ വഴക്ക് കാണാൻ ആദ്യം വന്നത് ആരാ? പുള്ളിയാണ്, ഷെമീറാണ് വന്നത്. അപ്പൊ ഷെമീറിനല്ലേ ശരി, ഷെമീറല്ലേ ശരിക്കും അയൽക്കൂട്ടം? അത് പുള്ളിയുടെ ലൈവിൽ, എന്റെ ലൈവിൽ ഇരുന്ന് റിയാക്ട് ചെയ്ത് കാണുകയാണ് പുള്ളി. എന്റെ ഫുൾ ലൈവ് ഇരുന്ന് കാണുവാണ്. അപ്പൊ ആരാണ്? അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാൻ ഇപ്പോഴും ത്വര ആർക്കാ? എനിക്കല്ല ബ്രോ, എനിക്കല്ലത്. ഇപ്പോഴും കണ്ടോണ്ടിരിക്കുവാണോ? ഇപ്പോഴും കാണുവാണോ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതാ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല. എനിക്ക് അങ്ങനെ ഒരു അതുകൊണ്ടെങ്കിൽ ശരിക്കുള്ള കുടുംബശ്രീ എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുകയുണ്ടെങ്കിൽ പറ. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ഇത് കൺവേർട്ടിങ് ആയിട്ടോ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം വിശ്വസിച്ചാൽ മതി. പിന്നെ MRCയിലെ രണ്ടുപേര്, ഞാൻ ഈ പറഞ്ഞ രണ്ടുപേര് പറയണം ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരുത്തനാണെന്ന്. ഇതൊന്നും ഞാൻ ബാക്ക് എൻഡിൽ ചെയ്തിട്ടില്ലാത്ത ഒരുത്തനാണ് എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്. പക്ഷെ ഇത് ഞാൻ ചെയ്ത് ഇത്രത്തോളം ഞാൻ ഈ പറയണത് പോലെ ഞാൻ അത്രയും കമ്മിറ്റ്മെന്റ് ആയോടുകൂടി നിന്നിട്ടുള്ള ഒരാളെ എനിക്ക് പറഞ്ഞു ഓഡിയൻസിന്റെ സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും എനിക്ക് നിങ്ങളുമായിട്ട് RP ചെയ്യാൻ പോലും ഉള്ള ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആവാത്തിടത്താണ് ഞാൻ ഈ സാധനത്തിൽ നിന്ന് ബാക്ക് ഓഫ് ആവുന്നത്. കഴിഞ്ഞ ദിവസം വന്ന് ട്രിഗറായി ഞാൻ ഇത് പറഞ്ഞത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ അന്നേരം എനിക്ക് ട്രിഗർ ആയപ്പോൾ എനിക്ക് പറയാൻ തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു. കുറെ പേര് വന്നിട്ട് ഞാൻ വെള്ളം അടിച്ചിട്ടാണ് ലൈവ് വന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. ചേട്ടാ, ഞാൻ മറ്റേ മാന്യൊന്നും അല്ല, ഞാൻ വെള്ളം അടിക്കാറുണ്ട്. അത് ഗവൺമെന്റിന്റെ ബിവറേജിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ച് കുടിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ രണ്ടിടത്ത് വന്നിട്ട് ഇവിടെ വന്ന് ഞാൻ വെള്ളം അടിച്ചിട്ട് ഞാൻ ഇരുന്ന് ലൈവ് ഇട്ടിട്ടില്ല. നിങ്ങൾ ആ ലൈവ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിൽ ജോയിൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ തലേന്ന് ഞങ്ങൾ ഓൾറെഡി ബാംഗ്ലൂർ എനിക്ക് ഷോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടിക്കൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് ഇതായ ഹാങ് ഓവറിലൊക്കെ എണ്ണീറ്റ് അടുപ്പിച്ച് എനിക്ക് വെള്ളം അടിക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് നല്ല ഹാങ് ഓവർ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാൻ പോലും വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ് അന്ന് ലൈവ് ഇടാന്നുള്ളൊരു തീരുമാനം വരെ വരുത്തിയത്. ഇൻ ബിറ്റ്വീൻ എൻ്റെ ഫാമിലി അതിനകത്ത് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലൈവ് ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്നും വെള്ളം അടിച്ചിട്ട് എനിക്ക് അതൊന്നും എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതൊന്നും പിന്നെ ഞാൻ വെള്ളം അടിക്കോ ഇല്ലയോന്നൊന്നും നിന്നെ തെളിയിക്കേണ്ട കാര്യവും എനിക്കില്ല. അത് വേറെ കാര്യം. പക്ഷെ ഞാൻ മദ്യപിച്ചിട്ടോ അതൊന്നും വെച്ചിട്ടല്ല പറഞ്ഞത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വന്ന് പറഞ്ഞതാണ് അതിനകത്ത്. എനിക്ക് എപ്പോഴാണ് ഇത് ട്രിഗർ ആയെന്ന് പറഞ്ഞാൽ, ഇത്രയും ടൈമും കാര്യങ്ങളും എല്ലാ ഇതും ഞാൻ ഇവര് MRCയിലെ co-leadersന്റെ സ്ഥാനത്ത് നിൽക്കുന്ന 2 പേരെടുത്ത് ഇത്രയും കാര്യങ്ങൾ അറിയിച്ചിട്ടും ലൈവ് വരുന്ന സമയത്ത് ഇതുപോലെ എന്താ അതാണ് ശരി ഇതാണ് ശരി, അമ്പത്തൂരിന്റെ ഭാഗത്ത് തെറ്റ്, അമ്പത്തൂരിന്റെ അപ്പോഴും അവിടെ ഷെയ്ഖ് പറഞ്ഞിട്ടില്ല നീ എന്തിനാണ് ഷെമീറെ പെട്ടെന്ന് അമ്പത്തൂരിന്റെ അണ്ടിന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് നോക്കണേ, കൺട്രോൾ ചെയ്യണം, നമ്മുടെ 2 സൈഡിൽ നിന്നും ഈ പറയുന്ന കാര്യങ്ങളൊന്നും വരാതെ നോക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നല്ല പറഞ്ഞത്. ഓടാമയിലാണ്. എടാ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നീ വേറെ എവിടെയെങ്കിലും പോയി ഇട്ടാൽ മതി. അന്നാരെ ഇറങ്ങി പോണവന്മാര് ചാറ്റ് നോക്കി അഭിപ്രായങ്ങൾ എടുക്കുന്നവരുണ്ടാവും, അവിടെ പോയി എടുക്കണം. എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഏതൊന്നും കേൾക്കാനേ പോകണില്ല. ഞാൻ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യാനല്ല ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നിന്നെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണ്ട. സത്യാവസ്ഥ ഇതാണെന്ന് മനസ്സിലാക്കണം. ഇതല്ല സത്യമെങ്കിൽ, ഇത്രയും ഞാൻ പറഞ്ഞതല്ല സത്യമെന്ന് നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാർ പറയുവാണെങ്കിൽ ഓക്കെ, ഞാൻ ബാക്കി കേട്ടോണ്ടിരിക്കാം. പിന്നെ ഈ പേരിട്ട് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഷെമീർ ഈ കുടുംബശ്രീ എന്നൊക്കെ പറയാം. ഷെമീർ വന്നായിരുന്നു സംസാരിക്കാൻ? ഷെമീർ അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു മീറ്റിംഗ്? അല്ല, ഷെമീറിന് അറിയോ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടന്നതായിട്ട്? എന്റെ ചോദ്യം ഇതാ. അതായത് ഇങ്ങനെ 2-3-4 മണിക്കൂർ നമ്മൾ ഒരുമിച്ച് ഗ്യാങ്ങിന്റെ കാര്യം സോർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിക്ക് പോകാൻ വേണ്ടി നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഷെമീറിന് അറിയാമായിരുന്നോ? ഷെമീറിന് അറിഞ്ഞൂടായിരിക്കും. ഷെമീറിന് അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അവൻ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. എൻ്റെ ഒരു ഇതിൽ ഞാൻ നോക്കുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അറിയുന്നത്. പക്ഷെ ബാക്കി 2 പേർക്കും അറിയാം. ഈ എഫേർട്ട് ഇട്ടതും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം അറിയാം. എന്നിട്ട് അല്ല, ഞാൻ ഇനി എൻ്റെ ഒരു മെന്റൽ ഹെൽത്തിന്റെ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇത്രയൊക്കെ ചെയ്ത് നിന്നിട്ടും നമുക്ക് ഒരു പെർട്ടിക്കുലർ ആൾക്കാരുടെ സൈഡിൽ നിന്നും ബാക്കിയുള്ള സൈഡിൽ നിന്നും ഇത്രയും ഹേറ്റും ഇതും വരുമ്പം നിങ്ങൾക്ക് നോർമലി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊരിടത്ത് ഹാർഡ് കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയണത് പോലെ, ഞാൻ ഹാർഡ് കമ്മിറ്റഡ് എന്ന് പറയത്തില്ല, അങ്ങനെ ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ കൺസേൺ ചെയ്ത ഒരാളുടെ സൈഡിൽ നിന്ന് നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ തന്നെ നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്ത് ഓക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്താക്കാന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും തിരിച്ചടികൾ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാഴടിക്കും. അങ്ങനത്തെ ഒരു
ഞാൻ ഒന്നാമതേ ഈ പറയണത് പോലെ ബാംഗ്ലൂർ ഭയങ്കര മെസ്ഡപ്പ് ആയിട്ട് ഞങ്ങൾ ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് വന്നത് ഞങ്ങൾക്കൊരു മുട്ടം പണി കിട്ടി ഗൈസ്. അതായത് ഞങ്ങൾക്ക് 3 ഷോസ് അവിടെ വന്നതായിരുന്നു. അപ്പോൾ അതിൽ 2 ഷോ അടുത്ത മാസം 15ഉം 17ഉം ആയിട്ട് നമുക്ക് ഡേറ്റ് മാറിപ്പോയി. പക്ഷെ ഞാൻ 3-4 ദിവസം ട്രിപ്പ് എന്നുള്ള രീതിയിൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് നമ്മൾ അവിടെ പോയപ്പോഴത്തേക്കിനും ഒരു ഷോ കഴിഞ്ഞപ്പോൾ 2 ഷോ ക്യാൻസൽ ആയി എന്നുള്ളൊരു സാധനം വന്നു. അപ്പോഴത്തേക്കിന് ഇത്രയും എഫേർട്ടും എടുത്ത് ടൈം എടുത്ത് ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലും എല്ലാം കൂടെ നിന്ന് ബാൻഡിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബാഡായി ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇതും കൂടെ നടക്കണത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ മൈൻഡ് കൺട്രോൾ കംപ്ലീറ്റ്ലി പോയി. ഞാൻ ആർപിക്കകത്ത് എനിക്ക് അവിടെ PC ഉണ്ടായിട്ട് പോലും ആർപിക്കകത്ത് കയറാനോ ഈ പറയണ ബാക്കിയുള്ള ഇതാക്കാനും ഒന്നും ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതെ പോയി എനിക്ക്. ഞാൻ അന്നേരത്തെ ട്രിഗറിലാണ് തൊപ്പിയുടെ കാര്യം എടുത്ത് വെച്ച് മെൻഷൻ ചെയ്യണേ. ആൻഡ് ഞാനത് പബ്ലിക്കലി പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാൻ പബ്ലിക്കലി തന്നെ ഞാനത് അപ്പോളജൈസ് ചെയ്യുവാണ്. തൊപ്പിയെ പോലത്തെ ഒരാളെ പെട്ടെന്ന് ഞാൻ ആ ചാറ്റ് കണ്ട് ട്രിഗറായി ഡ്രാഗ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിൻ്റെ ഞാൻ ഭയങ്കര ഇമ്മച്യൂർ ആയിട്ട് ആൻഡ് എന്താ പറയുക ട്രിഗേർഡ് ആയിട്ടാണ് സംസാരിച്ചത്. അത് ഞാൻ പബ്ലിക്കലി അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഇത് ഞാൻ ഞാൻ ഒന്നുകൂടെ പറയുവാണ്, തൊപ്പിക്ക് ഇത് തിരിച്ച് ഇത് സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ തൊപ്പിയുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് തൊപ്പി എന്നെ അപരാധം പറയാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു സാധനം പറയണേ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനോട് പറയാനുള്ളത് ഞാൻ ലൈവിൽ തന്നെ പറഞ്ഞോളാം. പക്ഷേ അത് ഞാൻ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ഞാൻ ചെയ്തത് തെറ്റായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം തൊപ്പിയോട് മാത്രം, വേറെ ഒരുത്തനോടും ഞാൻ പറയത്തില്ല. അത് വേറെ ഈ പേരിടുന്ന അണ്ടിയനെടുത്തതും ഒന്നും ഞാനത് പറയത്തില്ല. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാനിപ്പോ തിരിച്ച് ഞാനിപ്പോ ഇത് കണ്ടിട്ട് നേരെ വന്ന് പറയുക, ഡാൻസ് മാസ്റ്റർ ചെഡിക്കണ്ണൻ എന്ന് ഞാനൊരു പേരിട്ട് വിളിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഈ ആരാണോ വിളിക്കുന്നത് ഈ പർട്ടിക്കുലർ ആളിന്റെ വീഡിയോസിലും ചാറ്റിലും സ്വന്തം ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയ്ക്കകത്തും അങ്ങനത്തെയൊക്കെ പേരുകൾ വന്ന് സ്പാം ചെയ്യുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അതായത് ഒരു സൈഡ് മാത്രം കേട്ടോണ്ടിരുന്നിട്ട് എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് പോലും അറിയാതെ നമ്മൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അതായത് ഷമീറിന്റെ അടുത്ത് ഞാൻ ഇപ്പോഴും പറയാം, ഷമീറിനെ RPയിൽ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ വളരെ നല്ല രീതിയിലാണ്. ഇന്നേ വരെ ഷമീർ എൻ്റെ POVs ഒക്കെ പറ്റുമെങ്കിൽ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിൽക്കണേ എൻ്റെ POVs ഒക്കെ കാണണം. ഷമീർ എന്നെ ഫോൺ വിളിക്കുന്ന സമയത്തും ഇതാക്കുന്ന സമയത്തും എൻ്റെ ചാറ്റിലുള്ള ആൾക്കാർ MRC ഓഡിയൻസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. TVL ഓഡിയൻസ് പറയാറുണ്ട് ഷമീറിന്റെ കോള് മിസ്സായി, ഷമീറിന്റെ മെസ്സേജ് ഞാൻ എന്തെങ്കിലും സിറ്റുവേഷനിലാണെങ്കിൽ പിന്നീട് ഷമീറിനോട് വന്ന് സിറ്റുവേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു വെക്കുവാണെങ്കിൽ എൻ്റെ ചാറ്റിലെ ആൾക്കാർ എന്നെ ഓർമ്മിപ്പിക്കും. ഷമീർ വിളിച്ചായിരുന്നു, ഷമീറിന്റെ അടുത്ത് ചെല്ല് ബ്രോ, ഷമീറിന്റെ അടുത്ത് ചെല്ല്, ഷമീർ വിളിച്ചായിരുന്നു, ഷമീർ കോൾഡ് യു എന്ന് പറഞ്ഞ് എൻ്റെ ചാറ്റിൽ സ്പാം വരാറുണ്ടായിരുന്നു. മനസ്സിലായോ? ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ലൈവ് ആണെന്നവർക്കറിയാം. ഞാൻ എൻ്റെ ലൈവ് ആണെന്നവരെ ബോധിപ്പിക്കുകയാണ്. അല്ലാതെ ബാക്കിയുള്ള ഇപ്പം MRC ഓഡിയൻസിനെ എനിക്ക് ബോധിപ്പിച്ചിട്ടൊന്നും കിട്ടാനില്ല. എനിക്കറിയാം ഇപ്പൊ പറഞ്ഞില്ലേ, ഇവരടുത്ത് പറഞ്ഞില്ലേ, ഈ പറയണത് പോലെ ഇവര് ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഇവര് പറയാൻ പോണത് ഈ പറയണത് പോലെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യുവാണ്, അത് ചെയ്യുവാണ്, അണ്ടി ചെയ്യുവാണെന്നാണ്. പക്ഷെ ലൈവ് സ്ഥിരം കാണുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് അത്രേ പറയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെ എനിക്ക് വേണ്ട കൈസ്. എൻ്റെ ലൈവ് കാണാത്തവരെ എനിക്ക് ഇമ്പ്രസ് ചെയ്യണ്ട. ഞാൻ MRCയോട് ഞാൻ അന്നും എന്നും തമാശയ്ക്കും ദേഷ്യം വരുമ്പോഴും എല്ലാം പറയാറുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ പേരിന്റെ പുറത്തുണ്ടായിരുന്ന ഒരു പേരാണത്. ഈഗിൾ എന്ന് പറയുന്ന ഐഡന്റിറ്റി 4 പേര് അറിഞ്ഞു തുടങ്ങിയ അത് ഈ പറയുന്ന MRC അല്ല, എൻ്റെ OG MRC. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് BGIS ക്വാളിഫൈ ആയ ഞങ്ങളുടെ ലൈനപ്പ് ഞാൻ റസിന് വെനം, ഗോഗു, നമ്മുടെ ഇവന്, നമ്മൾ ഇത്രയും ആ MRC ഉണ്ട് എനിക്ക് മനസ്സിലായി. ആ MRC ഞങ്ങൾക്ക് അത് BGS PMI അങ്ങനെന്തോ ആണെന്തോ ഏതോ ഒരെണ്ണമാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ബ്ലൈൻഡിന് മുമ്പേ ക്വാളിഫൈ ആയത് ഞങ്ങളാ. ഇപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എൻ്റെ ഒരു 1v2 അതൊക്കെ കിടപ്പുണ്ട്. ഇപ്പോഴും ബാറ്റിൽ ഗ്രൗണ്ട് PUBG PC അല്ല PUBG ആയിരുന്ന സമയത്ത് ഇപ്പോഴും കിടപ്പുണ്ട്. അങ്ങനൊക്കെ ആ സമയത്ത് കളിക്കുന്ന ആരും ഇല്ലായിരുന്നു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വന്ന് പെർഫോം ചെയ്ത് ഒരു ക്ലിപ്പ് പോലും ഇല്ല. ആ സമയത്ത് ഈ പറയുന്ന ഓഡിയൻസും വളരെ വലുതായിട്ടില്ലായിരുന്നു. PMC ആണോ ജോക്കി? ഏതാണെന്ന് ജോക്കി? അത് ജോക്കി PMC ആണല്ലേ? PMCO ക്വാളിഫയേഴ്സ് ആ MRCയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. മനസ്സിലായ? ഈ കോമ്പറ്റേറ്റീവ് എന്നുള്ള പറയുന്ന ഒരു സാധനം മെന്റൽ പ്രഷർ കൊണ്ട് നിർത്തിയതാ ഒരു പെർട്ടിക്കുലർ ടൈമിൽ. അല്ലാതെ അത് കളിക്കാനുള്ള കഴിവില്ലായിരുന്നു അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും അല്ല. ആരും എത്താതിരുന്ന സമയത്ത് എത്തിയതിന്റെയാണ് ഇന്നും ഇങ്ങനെ നിൽക്കുന്നത്.
ആ സമയത്ത് അങ്ങനെ ആരും ഇല്ലായിരുന്നു കേസ്, അങ്ങനെ ആരും ഇല്ലായിരുന്നു. അതാണ് ആ സമയമായിരുന്നു OG ഒരു MRC. അത് കഴിയുമ്പോഴാണ് ബ്ലൈൻഡ് വരുന്നത്, മനസ്സിലായോ? അത് കഴിയുമ്പോൾ സൈക്കോ വരുന്നു, സൈക്കോയുടെ കോമ്പറ്റേറ്റീവ് ആ ഒരു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതാക്കുന്നു. അങ്ങനത്തെ ടൈം തൊട്ട് ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ പേരിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന 3 അക്ഷരമാണ്. അതിനോട് എനിക്ക് ഈഗോ എന്ന് നാട്ടിലുള്ള എല്ലാവന്മാരും ഈ RPയുടെ പേരിൽ ഇങ്ങനെ പറയുമ്പോൾ എനിക്കത് കേട്ടോണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇവരുടെ കൂടെ നിൽക്കാനും ഇവരുടെ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനും ഇതെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാനും ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഓഫ്ലൈനിൽ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാക്കിനോട് കുറെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം സംസാരിച്ചിട്ടുള്ള സ്ഥിതിക്ക് എനിക്ക് ഇത് കേൾക്കുമ്പം എനിക്ക് ഇവരോട് ഈഗോയാണ്, ബിട്രയലാണ്, അതാണ് ഇതാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഞാൻ അതിൻ്റെ ട്രിഗറിലാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതും ഇതാക്കിയതും. മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, അല്ലാത്തവർക്ക് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. ഇനി തെറി പറയാ, തള്ളക്കി പറയാം, എന്ത് നീ അതൊക്കെ ചെയ്ത. പക്ഷെ എൻ്റെ ഓൺ സ്ട്രഗിൾ കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയതാണ്. അവൻ ഹെൽപ്പ് ചെയ്ത് തൊപ്പിയുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാവരും ബ്രോ. ഷമീർ അവൻ്റെ ഓൺ സ്ട്രഗിൾ കൊണ്ട് ബ്രോ, പുള്ളി ഓൺ സ്ട്രഗിൾ കൊണ്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയതാണെങ്കിലേ ബ്രോ എൻ്റെ ഇതൊക്കെ എന്ത് ഇമ്മച്യൂർ ആസ് ഫക്ക് എന്നോ? അഭിനവേ ഇത് ഇമ്മച്യൂരിറ്റി അല്ല ബ്രോ. ഒരാൾ എക്സ്ട്രീംലി മൈൻഡ് ഫക്ഡ് ആവുന്ന സമയത്ത് വരുന്ന ഒരു ട്രിഗറാ, മനസ്സിലായോ? ചെയ്ത് കൊടുത്തിട്ടും നമ്മൾ ചെയ്ത് നിന്നിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ചെയ്തില്ല എന്ന് പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മെന്റൽ ഫ്രസ്ട്രേഷൻ ആണത്. അത് ബ്രോയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരാളുടെ അടുത്ത് കമ്മിറ്റ്മെന്റോട് കൂടി നിന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ നിന്നാലേ നിനക്കത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഞാനും ഇപ്പം നീ പറഞ്ഞില്ലേ മറ്റേ ഹാർഡ് വർക്കും കമ്മിറ്റഡും, ഞാൻ എങ്ങനെയാ വന്നതെന്നുള്ള സ്റ്റോറിയൊക്കെ ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ഓഡിയൻസിന് മടുത്തു പോകും. നീ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. ഞാൻ എങ്ങനെയാ വന്നതെന്ന് നീ എപ്പോഴെങ്കിലും ഒന്ന് എൻ്റെ ഇതൊന്ന് അന്വേഷിച്ചാൽ മതി. വായിൽ സ്വർണ്ണക്കരണ്ടി ആയിട്ടല്ല ഞാൻ ജനിച്ചത്, മനസ്സിലായോ? സ്വർണ്ണക്കരണ്ടി ആയിട്ടല്ല ജനിച്ചത്. എനിക്ക് ആ കരണ്ടി കൊണ്ടുതരാൻ ആരും എനിക്കില്ലായിരുന്നു. ആ കരണ്ടി എൻ്റെ കയ്യിലോട്ട് കൊണ്ടുതരാൻ അത് ഞാൻ സ്വന്തമായിട്ട് ഞാനായിട്ട് പോയി കണ്ടുപിടിച്ചെടുത്തതാണ്. അല്ലാതെ സ്വർണ്ണക്കരണ്ടി എൻ്റെ വായ്ക്കകത്തോട്ട് വെച്ച് തരാൻ വേണ്ടി ആരും ഇല്ലായിരുന്നു.